നമസ്കാരം. ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ തകർന്ന തരിപ്പണമായി എന്നുള്ള കാര്യം നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട്. ആരാണ് ഇദ്ദേഹത്തിനെതിരെ നിന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. യുവജന വിഭാഗം ആം ആദ്മിക്കെതിരെ നിന്നു എന്ന് പറയപ്പെടുന്നു. അതുപോലെ അരവിന്ദ് കെജ്രിവാളിന്റെ അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിന്റെ കോടികൾ വിലയുള്ള ബംഗ്ലാവും മറ്റു കാര്യങ്ങളുമൊക്കെ അദ്ദേഹത്തിന് എതിരായി എന്ന് കേൾക്കുന്നു. പക്ഷേ പ്രധാനമായും സ്ത്രീകൾ, ഡൽഹിയിലെ പ്രബുദ്ധരായ സ്ത്രീകൾ, ഡൽഹിയിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുതരം ബ്യൂറോക്രസിയുടെ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരും അല്ലാത്തവരും സാധാരണക്കാരും ഒക്കെയുണ്ട്. അപ്പം രാജ്യതലസ്ഥാനത്തിന്റെ ആ ഒരു പരിച്ഛേദമായി തന്നെ അവിടുത്തെ സ്ത്രീകളെ കണക്കാക്കാം. സ്ത്രീ ശക്തി എന്ന് പറയുന്നത് അത്ര ചെറിയ ശക്തിയല്ല. സ്ത്രീകളാണ് ഇദ്ദേഹത്തെ തോൽപ്പിച്ചത് എന്നും പറയപ്പെടുന്നു. ഇത് ഡൽഹിയിൽ നിന്ന് ട്വിറ്ററിൽ വന്ന എക്സിൽ വന്ന ഒരു വീഡിയോയാണ്. ഒന്ന് കാണാം. അതായത് അരവിന്ദ് കെജ്രിവാളിന്റെ ശവമഞ്ചം പേറിക്കൊണ്ട് കുറെ സ്ത്രീകൾ റോഡിലൂടെ ഒരു പ്രകടനം നടത്തുന്ന വീഡിയോയാണ് പ്രേക്ഷകർ കണ്ടത്. അപ്പം ഇവിടുത്തെ സ്ത്രീകൾക്ക് വേണ്ടി ഒക്കെ തന്നെ വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും അവയൊന്നും നടപ്പിലാക്കാതിരിക്കുകയും ഇവിടുത്തെ സ്ത്രീകളെ അവഹേളിച്ചുകൊണ്ട് പലപ്പോഴും സംസാരിക്കുകയും ഒക്കെ കെജ്രിവാൾ പലപ്പോഴായി ചെയ്തിട്ടുണ്ട് എന്ന് മാധ്യമ റിപ്പോർട്ടുകളുണ്ട്. അപ്പം സ്ത്രീകൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിൽ സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ. അതുപോലെ സ്ത്രീകൾ സമ്പൂർണ്ണമായും രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യുന്നവരല്ല. അവർ അവരുടെ കാര്യവും അവരുടെ കുടുംബത്തിന്റെ കാര്യവും അവരുടെ സാമ്പത്തിക അവരുടെ ഉന്നമനത്തിന്റെ കാര്യവും ഒക്കെ തന്നെ നോക്കി ശ്രദ്ധാപൂർവ്വം വോട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ. അത് വിദ്യാഭ്യാസമുള്ളവരായാലും ഇല്ലാത്തവരായാലും രാഷ്ട്രീയമായി വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം കുറവാണ്. അത് കേരളത്തിലായാലും ഡൽഹിയിലായാലും അങ്ങനെയാണ്. അപ്പം ശവമഞ്ചവും പേറിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു പാർട്ടിയുടെ നേതാവിന്റെ അദ്ദേഹം തകർന്നടിഞ്ഞ് തരിപ്പണമായതിന്റെ ഒരു പ്രതീകമായിട്ടാണ് അവർ ഈ ഒരു കാര്യം ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇനി ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ പോയിട്ട് യാതൊരു തരത്തിലും അവർക്ക് മുന്നേറാൻ സാധിക്കില്ല എന്നതിന്റെ ഏറ്റവും പ്രകടമായ ഫലങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തു വന്നത്. അത് അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. കോൺഗ്രസ് BJPക്ക് വോട്ട് ചെയ്തു, കോൺഗ്രസിനൊന്നും കിട്ടിയില്ല, അവരുള്ള വോട്ടുള്ള BJPക്ക് കൊടുത്തു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊള്ളട്ടെ. ജനങ്ങൾ തിരസ്കരിച്ചാൽ, പ്രത്യേകിച്ചും സ്ത്രീകൾ തിരസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിനും ഒരുത്തനും ഒന്നും ചെയ്യാനാവില്ല എന്നുള്ള ഇന്ത്യയുടെ നാരീശക്തിയുടെ മറ്റൊരു പരിച്ഛേദമാണ് ഡൽഹിയിൽ കണ്ടത് എന്നാണ് ഈ വീഡിയോ വെളിവാക്കുന്നത്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്.